ഓക്കെ, നമ്മൾ റിഡോക്സ് റിയാക്ഷൻ ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോണത്. റിഡോക്സ് റിയാക്ഷൻ. ഓക്കെ, റിഡോക്സ് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഫോക്കസ് ഏരിയയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഭാഗമാണ് നിങ്ങൾക്ക് ഞാനിപ്പോൾ എടുത്തു തരുന്നത്. അതായത് ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കാനാണ് ആദ്യം പഠിക്കേണ്ടത്. ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കാനുള്ളതാണ്. അതിന് ശ്രദ്ധിക്കുക, S8 എന്ന് പറഞ്ഞാൽ സൾഫർ മോളിക്യൂളാണ്. ഓക്കെ, ഒറ്റയ്ക്ക് നിൽക്കുന്ന ആറ്റത്തിന്റെ ആണെങ്കിലും മോളിക്യൂളിന്റെ ആണെങ്കിലും ഓക്സിജൻ സ്റ്റേറ്റ് 0 ആയിരിക്കും. അത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ ഇതിന്റെ ഓക്സിജൻ സ്റ്റേറ്റ് എത്രയാണ്? S8 0. ഓക്കെ, ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നതിനെയാണ് സ്റ്റോക്ക് നൊട്ടേഷൻ എന്ന് പറയുന്നത്. ഇതൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, ഒന്നും കൂടി ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. സ്റ്റോക്ക് നൊട്ടേഷൻ എന്ന് പറയാം. ബ്രാക്കറ്റില് റോമൻ ലെറ്ററിൽ ഇപ്പൊ Cl2 എന്ന് പറഞ്ഞാൽ അതെന്താണ്? ഒറ്റയ്ക്ക് നിൽക്കുന്നതാണ്, വേറെ ഒന്നുമായിട്ട് കമ്പൈൻ ചെയ്തിട്ടില്ല. ഒരേ ആറ്റംസ് കമ്പൈൻ ചെയ്തിട്ടുണ്ടായ മോളിക്യൂൾ ആണെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പൊ സെയിം ആറ്റംസ് ആയതുകൊണ്ട് അതിന്റെയും ഓക്സിഡേഷൻ സ്റ്റേറ്റ് 0 ആണ്. അതുപോലെ H2, F2 ഇതിന്റെയൊക്കെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 0 ആണ്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ഇങ്ങനെയുള്ളതിന്റെയൊക്കെ 0 ആണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന്. ഇനി അല്ലാത്ത കേസിൽ ഇപ്പൊ H2SO4ന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഹൈഡ്രജൻ എപ്പോഴും +1 ഓക്സിജന് -2 ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെ കിട്ടും? നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ഈ ചാർജ് ഇൻറ്റു എത്ര എണ്ണം ഉണ്ടോ അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ +1 അതാണ് ചാർജ് ഇൻറ്റു 2 പ്ലസ് എസിന്റെ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അത് എക്സ് അത് തന്നിട്ടുണ്ടായിരിക്കും, ഏതിന്റെയാണോ കണ്ടുപിടിക്കേണ്ടത് എന്നുള്ളത്. ഇനി +4 4എണ്ണാണ്, അതിന്റെ ചാർജ് -2 ആണ്. ടോട്ടൽ ചാർജ് എപ്പോഴും ഒരു കോമ്പൗണ്ടിന്റെ ഈക്വൽ ടു 0 ആയിരിക്കും. ഓക്കെ, അപ്പൊ 2 + x -4 × 2 8 is equal to 0. x - 6 is equal to 0. അല്ലെ, 2 - 8 -6 ആണ്. അപ്പൊ x is equal to 6. ഇത് എങ്ങനെ സ്റ്റോക്ക് നൊട്ടേഷനിൽ റെപ്രസെന്റ് ചെയ്യുക? H2S6O4 ഇങ്ങനെയാണ് സ്റ്റോക്ക് നൊട്ടേഷനിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യേണ്ടത്. ക്ലിയർ ആയെന്ന് വിചാരിക്കണം. ഓക്കെ, ഇനി അതേപോലെ തന്നെയുള്ള വേറെ ഒന്നാണ് KMnO4ല് മാഗ്നീസിന്റെ ഓക്സിജൻ സ്റ്റേറ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് K എന്ന് പറഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കുക, പൊട്ടാസ്യം, ആ ഫസ്റ്റ് ഗ്രൂപ്പ് സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീഷ്യം, ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റ്സിനെല്ലാം +1 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. മഗ്നീഷ്യം, കാൽസ്യം അതിനൊക്കെ എന്താണ്? +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. ഞാൻ എഴുതി തന്നിട്ടുണ്ട്. ഇത് +1 എക്സിന്റെ എമ്മിന്റെ ആണ് കണ്ടുപിടിക്കേണ്ടത്. എക്സ് ഓക്സിജന്റെ -2. അപ്പൊ എങ്ങനെ വരും? +1 + x -8 is equal to 0. 1 - 8 എന്ന് പറഞ്ഞാൽ -7 ആണ്, equal to 0. x is equal to +7. ഇതെങ്ങനെ നമ്മൾ സ്റ്റോക്ക് നൊട്ടേഷനിൽ റെപ്രസെന്റ് ചെയ്യുക? Mn7 അല്ലെ, 7O4 ഇങ്ങനെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് സ്റ്റോക്ക് നൊട്ടേഷൻ. നിങ്ങൾ ഞാൻ തന്നിരിക്കുന്ന എല്ലാ എക്സാമ്പിൾസും ഒന്നും കൂടി നോക്കുക. ഓക്കെ, ഇനി അടുത്ത ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റിഡോക്സ് റിയാക്ഷൻ ആണ് അടുത്ത ടോപ്പിക് ആയിട്ട് നമുക്ക് വരുന്നത്. പിന്നെ ഒരു ഇക്വേഷൻ തന്നിട്ട് അതിൽ ഓക്സിഡേഷനും റിഡക്ഷനും എങ്ങനെ ഏതൊക്കെയാണ് നടക്കണേന്നുള്ളത് ചോദിക്കാറുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അടുത്തത് നമ്മൾ ഓക്സിഡൈസിങ് ആൻഡ് റെഡ്യൂസിങ് ഏജന്റിനെ ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ്. H എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ +1 ആണ്. അപ്പൊ നോക്കുക, ഇവിടെ എസിന്റെ കണ്ടുപിടിക്കാൻ എന്താ ചെയ്യുക? +1 ഒരെണ്ണത്തിന്, രണ്ടെണ്ണത്തിന് +2. അപ്പൊ സൾഫറിന് -2. ഓക്കെ, ഇനി ഹൈഡ്രജന് +1 ആണ്. ഇവിടുത്തെ നോക്കണ്ട നിങ്ങൾ കേട്ടാ. നൈട്രജന് X, ഓക്സിജന് -2 കൊടുക്കുകയാണെങ്കിൽ എന്താ കിട്ടാ? +1 + x -6 is equal to 0. x -5 is equal to 0. x is equal to 5 ആണ് കിട്ടുക. ഇവിടെ എത്ര വരിക? +5 എന്നാണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് വരിക. ഓക്കെ, ഇനി ഇവിടെ നോക്കുമ്പോൾ ഇവിടെ -2 ആണ്. ഒരെണ്ണത്തിന് -2, അപ്പൊ രണ്ടെണ്ണത്തിന് -4. അപ്പൊ നൈട്രജന്റെയോ +4. അതെങ്ങനെയാ വരണേ? +4 + -4 എന്ന് പറയുമ്പോൾ ഈക്വൽ ടു 0. എപ്പോഴും ഒരു കോമ്പൗണ്ടിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 0 വരണം. അങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇത് +1 അപ്പൊ +2 വരും. ഇവിടെ ഓക്സിജൻ -2, വെറുതെ സൾഫർ നിൽക്കുകയാണെങ്കിൽ അതിന് 0 ആണ്. ഓക്കെ, അപ്പൊ ഏതിനാണ് ഓക്സിഡേഷൻ സംഭവിച്ചത്? ഓക്സിഡേഷൻ നമ്പർ കൂടുകയാണെങ്കിൽ നമ്മൾ അതിന് എന്ത് പറയും? ഓക്സിഡേഷൻ എന്ന് പറയും. ഓക്സിഡേഷൻ സ്റ്റേറ്റ് കുറയുകയാണെങ്കിൽ നമ്മൾ അതിനെ റിഡക്ഷൻ എന്ന് പറയും. ഇവിടെ നോക്കുക, സൾഫർ -2 ആയിരുന്നു, ഇവിടെ എത്തിയപ്പോൾ എന്തായി മാറി? 0 ആയിട്ട് മാറി. അപ്പൊ അതുകൊണ്ട് അവിടെ എന്താ കൂടുകയാണ് ചെയ്തത് അല്ലെ? -2 -1 0 കൂടിയപ്പോ ഇതിനാണ് ഓക്സിഡേഷൻ സംഭവിച്ചത്. അപ്പൊ ഇതെന്താണ്? ഓക്സിഡേഷൻ സംഭവിച്ചത് ഏതാണോ അതാണ് റെഡ്യൂസിങ് ഏജന്റ്. ഓക്കെ, ഇനി +5 എന്നുള്ളത്
+4ലേക്ക് മാറി. അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചത്? റിഡക്ഷൻ ആണ് സംഭവിച്ചത്. റിഡക്ഷൻ. ഇതാണ് റെഡ്യൂസിങ് ഏജന്റ്. ഏതാണ്? റെഡ്യൂസിങ് ഏജന്റ്. അപ്പൊ നിങ്ങളോട് ഓക്സിഡൈസിങ് ഏജന്റ് ഏതാന്ന് ചോദിക്കുമ്പോൾ ഏതാ എഴുതേണ്ടത്? സോറി, റിഡക്ഷൻ സംഭവിച്ചതാണ് ഏത്? ഓക്സിഡൈസിങ് ഏജന്റ്. തെറ്റി പറഞ്ഞതാണ്. റിഡക്ഷൻ സംഭവിക്കുന്നതാണ് ഓക്സിഡൈസിങ് ഏജന്റ്. അപ്പൊ ഓക്സിഡൈസിങ് ഏജന്റ് ഏതാ? HNO3 ആണ് ഓക്സിഡൈസിങ് ഏജന്റ്. റെഡ്യൂസിങ് ഏജന്റ് ഏതാ? H2S. അതല്ല, ഇതിനല്ലേ ഓക്സിഡേഷൻ സംഭവിച്ചത്. അപ്പൊ അതാണ് റെഡ്യൂസിങ്. ഓക്സിഡേഷൻ സംഭവിച്ചത് ഏതാണോ അതാണ് റെഡ്യൂസിങ് ഏജന്റ്. റിഡക്ഷൻ സംഭവിച്ചത് ഏതാണോ അതാണ് ഓക്സിഡൈസിങ് ഏജന്റ്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാം. ഇനി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റിയാക്ഷൻസ് ഉണ്ട്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റിയാക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ, അതുപോലെ തന്നെ ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ. അതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്, അതിന്റെ എക്സാമ്പിൾസ്. പിന്നെ അതേപോലെ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റിഡോക്സ് റിയാക്ഷൻ. ഇനി അടുത്തത് ഹാഫ് റിയാക്ഷൻ മെത്തേഡ് വെച്ചിട്ട് ഒരു റിഡോക്സ് ഇക്വേഷൻ എങ്ങനെ സോൾവ് ചെയ്യാമെന്നാണ് നമ്മൾ നോക്കാൻ പോണത്. നിങ്ങൾ ശ്രദ്ധിക്കുക. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റിഡോക്സ് റിയാക്ഷനിൽ നമ്മൾ ഡിസ്പ്ലേസ്മെന്റും ഡിസ്പ്രപ്പോർഷനേഷനും മാത്രം പറയാൻ തന്ന എക്സാമ്പിൾസും ഇപ്പൊ തന്നെ ഇരുന്ന് പഠിക്കണം കേട്ടോ. അതുപോലെ കോമ്പിനേഷൻ റിയാക്ഷനും ഡീകമ്പോസിഷൻ റിയാക്ഷനും ഇമ്പോർട്ടന്റ് ആണ്. അതിന്റെ എക്സാമ്പിൾസ് നിങ്ങൾ പഠിക്കണം. കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ കമ്പൈൻ ചെയ്തിട്ടുണ്ടാവുന്നതാണ് കോമ്പിനേഷൻ. അതായത് ഇപ്പൊ കാർബണും ഓക്സിജനും കമ്പൈൻ ചെയ്താൽ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവുന്നു. മഗ്നീഷ്യം നൈട്രജനും കമ്പൈൻ ചെയ്താൽ മഗ്നീഷ്യം നൈട്രേറ്റ്സ് ഉണ്ടാവുന്നു. ഹൈഡ്രജനും ഓക്സിജനും കമ്പൈൻ ചെയ്താൽ വാട്ടർ ഉണ്ടാവുന്നു. അതൊക്കെ കോമ്പിനേഷൻ റിയാക്ഷൻസ് ആണ്. ഡീകമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ ഉണ്ടായത് സ്പ്ലിറ്റ് ആവാം. ഇപ്പൊ വാട്ടർ സ്പ്ലിറ്റ് ആയിട്ട് ഹൈഡ്രജനും ഓക്സിജനും ഉണ്ടാവാം. ഇപ്പൊ കാർബൺ ഡൈ ഓക്സൈഡ് സ്പ്ലിറ്റ് ആയിട്ട് കാർബണും ഓക്സിജനും ഉണ്ടാവാം. അങ്ങനെ നടക്കുന്ന റിയാക്ഷനാണ് ഡീകമ്പോസിഷൻ റിയാക്ഷൻ. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ കോപ്പർ സൾഫേറ്റിലേക്ക് സിങ്ക് ആഡ് ചെയ്യുമ്പോൾ കോപ്പറിനെ മെറ്റലിനെ ഡിസ്പ്ലേസ് ചെയ്യുന്നതുണ്ട്, അതുപോലെ നോൺ മെറ്റലിനെ ഡിസ്പ്ലേസ് ചെയ്യുന്ന റിയാക്ഷൻസും ഉണ്ട്. അടുത്ത ഡിസ്പ്രപ്പോർഷനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതില് ഇപ്പൊ H2S ആണ് നമ്മളൊരു എക്സാമ്പിൾ പറഞ്ഞത്. ഇതിന് ഓക്സിഡേഷൻ സംഭവിച്ചു, ഇതിന് തന്നെ റിഡക്ഷൻ സംഭവിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള റിയാക്ഷനെയാണ് നമ്മൾ എന്താ പറയുക? ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ. സെയിം സ്പീഷ്യസിന് തന്നെ ഓക്സിഡേഷൻ റിഡക്ഷൻ സംഭവിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ എന്ന് പറയും. അപ്പൊ അതൊന്ന് ഓർത്ത് വയ്ക്കുക, ഇമ്പോർട്ടന്റ് ആണ്. ആ 4 റിയാക്ഷൻസും പരീക്ഷയ്ക്ക് ചോദിക്കും, അതിന്റെ എക്സാമ്പിൾസും. ഇത്രയൊക്കെയാണ് പഠിക്കേണ്ടത്. സ്റ്റോക്ക് നൊട്ടേഷൻ, ഒരു ഇക്വേഷൻ തന്നിട്ട് അതിലെ ഓക്സിഡൈസിങ് ഏജന്റും റെഡ്യൂസിങ് ഏജന്റും ഏതാന്ന് പറയാനായിട്ട്. പിന്നെ അതേപോലെ തന്നെ ഈ 4 ടൈപ്പ് റിഡോക്സ് റിയാക്ഷൻ ഏതൊക്കെയാണെന്നുള്ളത്. ഇനി ഒരു ഭാഗം കൂടി ഉണ്ട്. ഒരു റിഡോക്സ് റിയാക്ഷൻ, അതായത് റിഡോക്സ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു റിയാക്ഷനിൽ തന്നെ ഓക്സിഡേഷനും റിഡക്ഷനും നടക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള റിയാക്ഷനെ പറയുന്ന പേരാണ് റിഡോക്സ് റിയാക്ഷൻ. ആ റിഡോക്സ് റിയാക്ഷൻ എങ്ങനെയാണ് ബാലൻസ് ചെയ്യുക എന്നാണ് 2 മെത്തേഡ് ഉണ്ട് നമ്മൾ പറഞ്ഞതാണ്. അതിൽ ഹാഫ് റിയാക്ഷൻ മെത്തേഡാണ് നിങ്ങളുടെ ഫോക്കസ് ഏരിയ ഉള്ളത്. അതാണ് ഞാൻ ഇനിയിപ്പോ വീഡിയോയിൽ പറയുന്നത് കേട്ടാ. ഇതാണ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് ചെയ്യണം? ബാലൻസ് ചെയ്യണം ഹാഫ് റിയാക്ഷൻ മെത്തേഡ് വെച്ചിട്ട്. ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ ഓൾറെഡി ചാർജ് ഒക്കെ തന്നിട്ടുണ്ട്. Fe2 + Fe3+ ആയി മാറി. അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ അതിന് ഓക്സിഡേഷൻ ആണ് സംഭവിച്ചത്. ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസ് ചെയ്തു. ഇനി ഇതിൽ ക്രോമിയത്തിന്റെ കണ്ടുപിടിക്കണം. ഇവിടെ ശ്രദ്ധിക്കുക, ചാർജ് തന്നിട്ടുണ്ടെങ്കിൽ ചാർജ് ഇട്ടിട്ട് വേണം ഇക്വേറ്റ് ചെയ്യാൻ. ഞാൻ കാണിച്ചു തരാം. ഇതിൽ ക്രോമിയത്തിന് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ക്രോമിയത്തിന്റെയാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലെ? ഇവിടെ നോക്കുക, 2 ക്രോമിയാണുള്ളത്. അപ്പൊ 2x. ഓക്സിജന്റെ എന്താണ്? -2 ആണ്. അപ്പൊ -2 ഓൾറെഡി ചാർജ് തന്നിരിക്കുന്നതാണ്. അത് ഓക്സിജന്റെ -2 അല്ല, സ്പീഷ്യസിന്റെ -2 ആണ്. ഓക്കെ, അപ്പൊ -2. അപ്പൊ 7 × -2 എന്ന് പറഞ്ഞാൽ -14 = -2. അപ്പൊ എന്തുകൊണ്ട് നമ്മൾ 0 ആയത്? അതിന് ചാർജ് -2 ആണ് തന്നിട്ടുള്ളത് കൊണ്ട്. ഓക്കെ, അപ്പൊ 2x = -2 + 14, that is 12. 2x = 12, x = 6 എന്ന് കിട്ടും. 12/2 6. അപ്പൊ ക്രോമിയത്തിന് 6 ആണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഉള്ളത്. അത് +3 ആയിട്ട് മാറി. അപ്പൊ അതായത് റിഡക്ഷൻ സംഭവിച്ചു. ഓക്കെ, പിന്നെ രണ്ടെണ്ണത്തിൽ ഓക്സിഡേഷൻ നമുക്ക് മനസ്സിലായി, റിഡക്ഷൻ നമുക്ക് മനസ്സിലായി. അപ്പൊ ആദ്യം തന്നെ ഇതാണ് ഐഡന്റിഫൈ ചെയ്യേണ്ടത്. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 എണ്ണമാക്കി മാറ്റണം. ഓക്സിഡേഷൻ സംഭവിച്ചത് ഒരു ഇക്വേഷനും, എല്ലാം അത് ഇങ്ങനെ തന്നെയാണ് കേട്ടോ, യാതൊരു വ്യത്യാസവും ഇല്ല. റിഡക്ഷൻ സംഭവിച്ചത് 2 ഇക്വേഷൻസ് ആക്കി. ആ ഇക്വേഷൻസിന് ഒന്ന് ഓക്സിഡേഷൻ സംഭവിച്ചതും ഒന്ന് റിഡക്ഷൻ സംഭവിച്ചതും ആക്കി മാറ്റി. വേണമെങ്കിൽ ഓക്സിഡേഷൻ ഇവിടെ എഴുതാം. ഇത് ഓക്സിഡേഷൻ സംഭവിച്ചത്, ഇതെന്താണ്? റിഡക്ഷൻ ആണ് സംഭവിച്ചത്. വേണമെങ്കിൽ ജസ്റ്റ് മെൻഷൻ ചെയ്യാം. അടുത്തത് എന്ത് ചെയ്യണം? ബാക്കിയുള്ള ആറ്റംസ്, ഓക്സിജനും ഹൈഡ്രജനും നിങ്ങൾ നോക്കണ്ട, ബാക്കിയുള്ള ആറ്റത്തിനെ ബാലൻസ് ചെയ്യണം. ഓക്കെ, ഇവിടെ Fe+2, ഇവിടെ Fe+3 ആണ്. അപ്പൊ അതിനെ ബാലൻസ് ചെയ്യണ്ട. പക്ഷെ ഇവിടെ നോക്കുക, ഇതിന് ബാലൻസ് ചെയ്യേണ്ട ആവശ്യമില്ല. രണ്ടിലും 1 ആണ് കൊടുത്തിരിക്കുന്നത്.
അപ്പൊ അതുകൊണ്ട് അത് അങ്ങനെ തന്നെ കിടക്കുക. പക്ഷെ ഇവിടെ നോക്ക്, ഇവിടെ 2 ക്രോമിയം ഉണ്ട്, പക്ഷെ ഇവിടെ ഒരു ക്രോമിയേ ഉള്ളൂ. അപ്പൊ ഓക്സിജനെയും ഹൈഡ്രജനെയും നിങ്ങൾ നോക്കണ്ട, ബാക്കിയുള്ള ആറ്റത്തിന് നമ്മൾ എന്ത് ചെയ്യണം, ബാലൻസ് ചെയ്യണം 2Cr3+. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ഹൈഡ്രജനും ഓക്സിജനും ഒഴികെയുള്ള ബാക്കിയുള്ള ആറ്റംസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്തു, ബാലൻസ് ചെയ്തു. അതാണ് തേർഡ് സ്റ്റെപ്പ്. അപ്പൊ ആദ്യം ഓക്സിഡേഷൻ റിഡക്ഷനും കണ്ടുപിടിച്ചു, 2 ഇക്വേഷൻ ആക്കി മാറ്റി. അതിൽ ഓക്സിജനും ഹൈഡ്രജനെയും മാത്രം ബാലൻസ് ചെയ്യാതെ ബാക്കിയുള്ള ആറ്റത്തിന് ബാലൻസ്, ഇപ്പൊ ഇതിനെ ബാലൻസ് ചെയ്യേണ്ടി വന്നില്ല, കാരണം രണ്ടിലും സെയിം ആറ്റംസ് ആണ്, പക്ഷെ ഇതിൽ ബാലൻസ് ചെയ്യേണ്ടി വന്നു. അപ്പൊ അത് കഴിഞ്ഞു. അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഓക്സിജനെയും ഹൈഡ്രജനെയും ബാലൻസ് ചെയ്യാൻ പോവാണ്. അപ്പൊ ഓക്സിജനെയും ഹൈഡ്രജനെയും ബാലൻസ് ചെയ്യാനായിട്ട് നമ്മൾ എന്താണ്, അസിഡിക് മീഡിയം, ബേസിക് മീഡിയം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോ അതെങ്ങനെ ചെയ്യാറ്, നമ്മൾ അസിഡിക് മീഡിയം ആണെങ്കിൽ H+ ആഡ് ചെയ്യുക, ബേസിക് മീഡിയം ആണെങ്കിൽ OH- ആണ് ആഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ അടുത്തത് നമ്മൾ ഹൈഡ്രജനെ ആഡ് ചെയ്യണം. അപ്പൊ ഇതിൽ അസിഡിക് മീഡിയം എന്ന് പറഞ്ഞിട്ടുള്ളത് ഇനിയിപ്പോ പ്രത്യേകിച്ച് സ്പെസിഫൈ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ അസിഡിക് മീഡിയം വെച്ചിട്ടാണ് ബാലൻസ് ചെയ്യേണ്ടത്, H+ വെച്ചിട്ടാണ് ബാലൻസ് ചെയ്യേണ്ടത്. അപ്പൊ നോക്കുക, ഫസ്റ്റ് ഇക്വേഷനിൽ നമുക്ക് എന്തില്ല, ഹൈഡ്രജനും ഓക്സിജനും ഒന്നും ഇല്ല, അപ്പൊ അത് അങ്ങനെ തന്നെ എഴുതാം. പക്ഷെ ഇതിൽ എന്തുണ്ട്, ഇവിടെ ഓക്സിജൻ ഉണ്ട്. അപ്പൊ ഓക്സിജനെ ബാലൻസ് ചെയ്യണമെങ്കിൽ 7 ഓക്സിജൻ ആണുള്ളത്. അപ്പൊ 7 ഓക്സിജൻ വരണമെങ്കിൽ എത്ര വാട്ടർ ഇവിടെ ആഡ് ചെയ്യണം, 7 വാട്ടർ ആഡ് ചെയ്യണം. കാരണം 7 വാട്ടറിലാണ് 7 ഓക്സിജൻ ഉള്ളത്, ശരിയല്ലേ? അപ്പൊ നമ്മൾ ബാലൻസ് ചെയ്യാൻ പോവാണ്. Cr2O7 2- gives 2Cr3+. നമ്മൾ എന്ത് ചെയ്തു, 7H2O എന്ന് ആഡ് ചെയ്തു. അപ്പൊ 7 ഓക്സിജൻ വന്നു. പക്ഷെ ഇവിടെ എന്ത് വന്നു, 7 ഹൈഡ്രജൻ കൂടുതൽ വന്നു. 7 അല്ല, 7 × 2 14 ഹൈഡ്രജൻ കൂടുതൽ വന്നു. അപ്പൊ അതിനെ ബാലൻസ് ചെയ്യണ്ടേ, ഇവിടെ നമ്മൾ എന്ത് ചെയ്തു, H+ ആണ് ആഡ് ചെയ്യേണ്ടത് വാട്ടറിനെ ബാലൻസ് ചെയ്യാൻ. ഇപ്പൊ 14H+ എന്ന് വന്നു. ഓക്കെ, 14H+ എന്ന് വന്നു. അപ്പൊ ശരിയായോ, ഹൈഡ്രജനെയും ഓക്സിജനെയും നമ്മൾ ബാലൻസ് ചെയ്തു. അപ്പൊ ആദ്യം ഓക്സിഡേഷനും റിഡക്ഷനും കണ്ടുപിടിച്ചു, എന്നിട്ട് അതിൽ ഓക്സിജനും ഹൈഡ്രജനും ഒഴികെയുള്ള ബാക്കിയുള്ള എല്ലാ ആറ്റത്തിനും നമ്മൾ ബാലൻസ് ചെയ്തു. അതിനുശേഷം ഓക്സിജനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി വാട്ടർ ആഡ് ചെയ്തു. ആ വാട്ടർ ആഡ് ചെയ്തപ്പോൾ ഹൈഡ്രജൻ വന്നതുകൊണ്ട് ഹൈഡ്രജൻ ബാലൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ആഡ് ചെയ്തു, H+ ആണ് ആഡ് ചെയ്തത്. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചാർജ് ഈക്വൽ ആക്കണം. എങ്ങനെയാണ് ചാർജ് ഈക്വൽ ആക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം. നോക്കുക, ഇവിടെ നോക്കുക, അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചാർജ് ഈക്വൽ ആക്കാൻ പോവാണ്. അതായത് ഇവിടെ Fe2+ ആണുള്ളത്, പക്ഷെ ഇവിടെ എത്രയാണ്, Fe3+ ആണ്. 3+ഉം 2+ഉം ഈക്വൽ ആണ്, രണ്ടും ഈക്വൽ ആക്കണമെങ്കിൽ. ഒന്നില്ലെങ്കിൽ ഇത് ഇവിടെ ഇലക്ട്രോൺ ആണ് ചാർജ് ഈക്വൽ ആക്കാൻ നമ്മൾ ആഡ് ചെയ്യുക. ഇലക്ട്രോണിന്റെ ചാർജ് എന്താ, നെഗറ്റീവ് ചാർജ് ആണ്. ഇവിടെ ഒരു നെഗറ്റീവ് ചാർജ് ആഡ് ചെയ്യുകയാണെങ്കിൽ 2+ ഉള്ളത് എന്തായിട്ട് മാറും, 1+ ആയിട്ട് മാറും. അപ്പൊ നമുക്ക് ഇവിടെ ആഡ് ചെയ്യാൻ പറ്റില്ല, ഇവിടെ ആഡ് ചെയ്താലോ, ഇവിടെ ഒരു ഇലക്ട്രോൺ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 3ൽ നിന്ന് ഒരു മൈനസ് ചാർജ് പോയ 2+ ആയി. അപ്പൊ ഇവിടെ ചാർജ് ഈക്വൽ ആയി. അടുത്ത കേസിൽ നമ്മൾ എങ്ങനെ എഴുതിക്കണം, Cr2O7 2- + 14H+ അല്ലെ, gives 2Cr3+ 7H2O. ഇങ്ങനെയാണ് സെക്കൻഡ് ഇക്വേഷൻ വന്നിരിക്കുന്നത്. ക്ലിയർ ആയോ? ഈ സെക്കൻഡ് ഇക്വേഷൻ നമുക്ക് എന്ത് ചെയ്യണം, ചാർജ് ബാലൻസ് ചെയ്യണം. ഇവിടെ നോക്കുക, ഇവിടെ 2- ഉണ്ട്, ഇവിടെ 14H+ എന്ന് പറഞ്ഞാൽ 4+ ചാർജും ഉണ്ട്. അതായത് ഇവിടെ എത്രയുണ്ട്, 14+ ചാർജിൽ നിന്ന് 2- ചാർജ് പോയാൽ 12 ചാർജ് ആണ് ഉള്ളത്. ഇവിടെയോ 2 × 3 6+ ചാർജ് നോക്കുമ്പോൾ ഇതും കൂടി നോക്കണം, 6+ ചാർജ് ആണ് ഉള്ളത്. അപ്പൊ 12- ചാർജും 6+ ചാർജുമാണ് ഉള്ളത്. അതാണ് അല്ല 12+ ചാർജും അല്ലെ, 14+ ചാർജിൽ നിന്ന് 2- ചാർജ് പോയി കഴിഞ്ഞാൽ എത്ര കിട്ടുക, 14 - 2 12+ ചാർജും ഇത് 6+ ചാർജും ആണ് ഉള്ളത്. ഓക്കെ, ഇനി ഇവിടെയാണ് ഇലക്ട്രോൺ ആഡ് ചെയ്യുന്നത് എങ്കിൽ എന്താ ചെയ്യാ, ചാർജ് കുറഞ്ഞു വരും. ഇവിടെ 6+ ചാർജ് ആണെങ്കിൽ ഇവിടെ 12+ ചാർജ് ഉണ്ട്. അപ്പൊ എവിടെയാണ് ഇലക്ട്രോൺ ആഡ് ചെയ്യേണ്ടത്, ചാർജ് കുറയേണ്ടത് എവിടെയാണ്, ഇവിടെയാണ് ആഡ് ചെയ്യേണ്ടത്. എത്ര ചാർജ് കുറയണം, 6+ ആവണം. അപ്പൊ 6 എണ്ണം കുറയണം. അപ്പൊ 6 ഇലക്ട്രോൺ ഇവിടെ ആഡ് ചെയ്യാം. അപ്പൊ എങ്ങനെയാ വരിക, ഇങ്ങനെയാണ് വരിക. അതായത് 14H+ + 6 ഇലക്ട്രോൺ. എന്തുകൊണ്ടാണെന്ന് മനസ്സിലായി, ഇവിടെ 12+ ചാർജ് ആയിരുന്നു, അത് 6+ ചാർജ് ആക്കണമെങ്കിൽ 6 ഇലക്ട്രോൺ ആഡ് ചെയ്യണം. ക്ലിയർ ആയോ, മനസ്സിലായില്ലേ? ഇനി അടുത്തത് അപ്പൊ ഇത്രയും സ്റ്റെപ്പ് മനസ്സിലായി. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇത്രയധികം സ്റ്റെപ്പുകൾ ഉണ്ട്. അപ്പൊ ആദ്യം ഓക്സിഡേഷനും റിഡക്ഷനും കണ്ടുപിടിച്ചു, 2 ഇക്വേഷൻ ആക്കി മാറ്റി. 2 ഇക്വേഷൻ ആക്കി മാറ്റിയിട്ട് എല്ലാ ആറ്റത്തിനെയും ബാലൻസ് ചെയ്യിച്ചു. അതിനുശേഷം ഹൈഡ്രജനും ഓക്സിജനെയും ബാലൻസ് ചെയ്യാൻ വാട്ടർ ആഡ് ചെയ്തു, അപ്പൊ H+ ആഡ് ചെയ്തു. അതിനുശേഷം ചാർജ് ഈക്വൽ ആക്കാൻ ഇലക്ട്രോണിനെ ആഡ് ചെയ്തു.
ഇനി ഇലക്ട്രോണിന്റെ രണ്ട് ഇക്വേഷൻ ഉണ്ട്, 1ഉം 2ഉം. ഇനി ഈ രണ്ട് ഇക്വേഷൻ ആഡ് ചെയ്ത് ഒറ്റ ഇക്വേഷൻ ആക്കണമെങ്കിൽ ഇതിൽ ഇലക്ട്രോൺസിന്റെ എണ്ണം ഈക്വൽ ആക്കണം. ഇതിൽ 6 ഇലക്ട്രോൺ ആണുള്ളത്. അപ്പൊ ഇതിന് 6 ഇലക്ട്രോൺ ആക്കണം. അതിന് എന്ത് ചെയ്യണം? ഫസ്റ്റ് ഇക്വേഷൻ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ മനസ്സിലായോ? ഇലക്ട്രോണിന്റെ എണ്ണം ഈക്വൽ ആക്കണം. അപ്പൊ എന്താ വരിക? 6Fe2 പ്ലസ് ഗിവ്സ് 6Fe3 പ്ലസ് 6 ഇലക്ട്രോൺ. ക്ലിയർ ആയ? ഇതാണ് ഫസ്റ്റ് ഇക്വേഷൻ. ഇവിടെ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പൊ രണ്ട് സ്ഥലത്തും ചാർജസ് ഈക്വൽ ആയി. അപ്പൊ ചാർജ് ഈക്വൽ ആവാൻ വേണ്ടിയിട്ട്, അത് ഇലക്ട്രോണിന്റെ എണ്ണം ഈക്വൽ ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ആഡ് ചെയ്യണത് എന്ന് മനസ്സിലായി എന്ന് വിചാരിക്കണം. ഓക്കെ, ഇനി അടുത്തത് എന്ത് ചെയ്യാം? അപ്പൊ രണ്ടിലും ഇലക്ട്രോണിന്റെ എണ്ണം ഈക്വൽ ആയി കഴിഞ്ഞാൽ ഈ രണ്ട് ഇക്വേഷൻ തമ്മിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ആഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നമുക്ക് നോക്കാം. രണ്ട് ഇക്വേഷനിൽ ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ആദ്യം ഈ രണ്ട് സൈഡുകൾ നമ്മൾ ആഡ് ചെയ്യുക, പിന്നെയാണ് ഗിവ്സിന് ശേഷമുള്ളത്. അതായത് ഗിവ്സിന് ലെഫ്റ്റ് സൈഡിൽ ഉള്ളത് ആദ്യം ആഡ് ചെയ്യുക. അപ്പൊ 2Fe2 പ്ലസ് Cr2O7 2 മൈനസ് പ്ലസ് 14H പ്ലസ് 6 ഇലക്ട്രോൺ ഗിവ്സ് 6Fe3 പ്ലസ്, ഇനി ഇത് തമ്മിൽ ആഡ് ചെയ്യുക, പ്ലസ് 6 ഇലക്ട്രോൺ പ്ലസ് 2Cr3 പ്ലസ് 7H2O ആഡ് ചെയ്ത് ഇനി ഒരുപോലെ ഉള്ളത് നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഇവിടെ 6 ഇലക്ട്രോൺ ഉണ്ട്, ഇവിടെയും 6 ഇലക്ട്രോൺ ഉണ്ട് ഇല്ലേ? പിന്നെ ഇവിടെ 6Fe2 പ്ലസ് ഇവിടെ 6Fe3 അപ്പൊ അത് ബാലൻസ് അത് കളയാൻ പറ്റില്ല. Cr2O7 Cr3 പ്ലസ് 7H2O ഇത് 14H പ്ലസ്. അപ്പൊ ലാസ്റ്റ് ഇക്വേഷൻ നമുക്ക് കിട്ടി. ബാലൻസ്ഡ് ഇക്വേഷൻ ഇങ്ങനെയാണ് വരിക: 6Fe2 പ്ലസ് Cr2O7 2 മൈനസ് പ്ലസ് 14H പ്ലസ് gives 6Fe3 പ്ലസ് 2Cr3 പ്ലസ് 7H2O. ഇതാണ് ബാലൻസ്ഡ് ഇക്വേഷൻ 7H2O. അപ്പൊ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും എന്തെങ്കിലും ഡൗട്ട് ചെയ്തിട്ട് വരുമ്പോൾ ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ.